നമുക്കിന്ന് ഒരു പുതിയ ടോപ്പിക് പഠിക്കാം. കപ്പാസിറ്റൻസ്. ഇഫ് എ ചാർജ് Q ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ, ഇറ്റ്സ് പൊട്ടൻഷ്യൽ റൈസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലിന് എന്ത് മാറ്റം വരും? പൊട്ടൻഷ്യൽ കൂടും അല്ലേ? ഒരു കണ്ടക്ടറിന് ഇപ്പോൾ Q ചാർജാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ V വോൾട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ചാർജ് കൊടുക്കുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, Q പ്രപ്പോർഷണൽ ടു V ആണല്ലോ. ചാർജ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടിക്കോളും. ദറ്റ് ഈസ് Q ദറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു V. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി, ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി സിക്ക് പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. Capacitance of the conductor. അപ്പോൾ therefore capacitance C that is equal to Q by V. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്, ഓർത്തിരിക്കുക. C equals Q by V, ചാർജ് ബൈ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്തായിരിക്കും കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്? ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കൂളം. പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്താ? വോൾട്ട്. അപ്പോൾ കൂളം പെർ വോൾട്ട്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് കപ്പാസിറ്റൻസിൻ്റെ ഫാരഡ്. ഫാരഡ് അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കാം ക്യാപിറ്റൽ F. അപ്പോൾ കൂളം പെർ വോൾട്ട് ഓർ ഫാരഡ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റുകൾ ഓർത്തിരിക്കാം. ഇനി സ്മോൾ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് നമുക്ക് വേണമെങ്കിൽ മില്ലി ഫാരഡിൽ കൊടുക്കാം. മില്ലി എന്ന് പറയുമ്പോൾ എത്ര? 10⁻⁻3. മൈക്രോ ഫാരഡിൽ കൊടുക്കാം. മൈക്രോ എത്രയാ? 10⁻⁻6. പൈക്കോ ഫാരഡിൽ കൊടുക്കാം. പൈക്കോ എത്രയാ? 10⁻12. അപ്പോൾ സ്മോൾ സ്മോൾ യൂണിറ്റുകളും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ദെൻ എന്തായിരിക്കും കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല? അപ്പോൾ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് കപ്പാസിറ്റൻസ് C ഈക്വൽസ് Q ബൈ V. ഇപ്പോൾ വിക്ക് നമുക്ക് പെട്ടെന്ന് ഡയമെൻഷൻ ഫോർമുല ഓർമ്മ കിട്ടിയില്ലെങ്കിൽ വിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. V എന്ന് പറയുന്നത് എന്താ? വർക്ക് ബൈ ചാർജ് ആണല്ലോ. ആ ചാർജ് Q മുകളിലേക്ക് വരുമ്പോൾ Q ഇൻറ്റു Q ദറ്റ് ഈസ് Q സ്ക്വയർ. Q സ്ക്വയർ ബൈ W. അപ്പോൾ എങ്ങനെ എഴുതാം കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല? Q എന്ന് പറയുന്ന ചാർജാണ്. ചാർജിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? AT ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ W വർക്കാണ്. വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല ml സ്ക്വയർ T⁻². അപ്പോൾ എങ്ങനെ വരുന്നതെന്ന് നോക്കിയേ. M മുകളിലേക്ക് വരുമ്പോൾ m⁻⁻1, L സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ L⁻², T ടു ദ പവർ. ഈ -2 മുകളിലേക്ക് വരുമ്പോൾ +2. ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഒരു T സ്ക്വയർ ഉണ്ട്. അപ്പോൾ T⁻² +2 ദറ്റ് ഈസ് T⁻⁴. ദെൻ A⁻². ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക. m⁻⁻1, L⁻², T⁻⁴, A⁻². അപ്പോൾ ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. കപ്പാസിറ്റൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഒരു കണ്ടക്ടറിൻ്റെ കഴിവ്, എന്തിനുള്ള കഴിവ്? ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കഴിവിനെ നമുക്ക് എന്തെന്ന് പറയാം? കപ്പാസിറ്റൻസ് എന്ന് പറയാം. ഇപ്പം നമുക്ക് വേറെ രീതിയിൽ ആ ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. എന്തായാലും നമ്മുടെ ഇക്വേഷൻ C ഈക്വൽസ് Q ബൈ V അല്ലേ? അപ്പോൾ കപ്പാസിറ്റൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ ടു ഇറ്റ്സ് റൈസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ കപ്പാസിറ്റൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ ടു ദ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഇനി എ കണ്ടക്ടർ ഈസ് സെഡ് ടു ഹാവ് എ കപ്പാസിറ്റൻസ് ഓഫ് 1 ഫാരഡ്. എപ്പോഴാണ് നമുക്ക് ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് എന്ന് പറയുന്നത്? വെൻ എ ചാർജ് ഓഫ് 1 കൂളം റൈസസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. 1 കൂളം ചാർജ് ആ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് റൈസ് ചെയ്യാൻ
പറ്റുവാണെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് പറയാം? 1 farad എന്ന് പറയാം. A conductor is said to have a capacitance of 1 farad when 1 coulomb of charge raises its potential by 1 volt. അടുത്തായിട്ട് നമുക്ക് ഒരു ഐസൊലേറ്റഡ് സ്ഫെരിക്കൽ കണ്ടക്ടറിൻ്റെ കേസിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഒരു സ്ഫെരിക്കൽ ഷേപ്പുള്ള ഒരു കണ്ടക്ടർ. ഇപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഒരു സ്ഫെരിക്കൽ കണ്ടക്ടർ. അതിന് പ്ലസ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്, ഒരു പ്ലസ് ക്യൂ ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ചാർജ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അതിൻ്റെ ഔട്ടർ സർഫസിൽ യൂണിഫോമായിട്ട് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ ഓയാന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ റേഡിയസ് സ്മോൾ r ആണ്. അപ്പോൾ നോക്കിക്കേ, ഒരു സ്ഫെരിക്കൽ ഷേപ്പുള്ള ഒരു കണ്ടക്ടർ, അതിൻ്റെ സെൻറ്റർ ഓ, റേഡിയസ് സ്മോൾ r ആണ്. അതിന് ക്യൂ ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യൂ ചാർജ്, ആ പ്ലസ് ചാർജ് യൂണിഫോമായിട്ട് അതിൻ്റെ ഔട്ടർ സർഫസിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആണല്ലോ. ദെൻ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്താണ് കപ്പാസിറ്റൻസിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല? C, ദറ്റ് ഈസ് ഈക്വൽ ടു Q/V ആണല്ലോ. അപ്പോൾ ക്യൂ നമ്മുടെ കയ്യിലുണ്ട്, ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇനി എന്താണ് നമുക്ക് വേണ്ടത്? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ നോക്കിക്കേ, ഈ കണ്ടക്ടറിൻ്റെ സർഫസിൽ ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്ന P എന്ന് പറയുന്ന ഈ പോയിന്റ് എടുത്താൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ? 1/4πε0 Q/, ആ ഡിസ്റ്റൻസ് എത്രയാണ്? സെൻട്രലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ V, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ടാണ് വരുന്നത്? therefore C, ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ, പൊട്ടൻഷ്യലിന് പകരം നമ്മൾ കൊടുക്കുവാണ് 1/4πε0 Q/r ആണല്ലോ അല്ലേ. അപ്പോൾ ഈ Q കട്ട് ചെയ്ത് പോയി 4πε0 r ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുന്നത്? C, ദാറ്റ് ഈസ് ഈക്വൽ ടു 4πε0 r. ഒരു ഐസൊലേറ്റഡ് സ്ഫെരിക്കൽ കണ്ടക്ടറിൻ്റെ കേസിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് 4πε0 r. ആ r എന്ന് പറയുന്നത് ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, ഓർത്തിരിക്കണേ. C ഈക്വൽസ് 4πε0 r ആണല്ലോ. ഇനി നമുക്ക് എർത്തിനെ വേണമെങ്കിൽ ഒരു സ്ഫെരിക്കൽ കണ്ടക്ടറായിട്ട് അസ്യൂം ചെയ്യാം. ആണല്ലോ. ആ എർത്തിൻ്റെ റേഡിയസ് നമുക്കറിയാലോ. എർത്തിൻ്റെ റേഡിയസ് എത്രയാണ്? ഏകദേശം 6400 കിലോമീറ്റർ. മീറ്ററിലാക്കി പറയുവാണെങ്കിൽ 6.4 × 10⁶ മീറ്റർ. അപ്പോൾ അങ്ങനെയെങ്കിൽ എർത്തിന് ഒരു സ്ഫെരിക്കൽ കണ്ടക്ടറായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിക്കേ, ഫോർ എർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ റേഡിയസ് r എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ അല്ലെങ്കിൽ 6.4 × 10⁶ മീറ്റർ ആണ്. അപ്പോൾ എന്തായിരിക്കും കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C ഈക്വൽസ് 4πε0 r എന്നാണല്ലോ. അപ്പോൾ നമുക്കറിയാം 1/4πε0 ആണെങ്കിൽ വാല്യൂ എത്രയാണ്? 9 × 10⁹. അപ്പോൾ 4πε0ൻ്റെ വാല്യൂ ഇങ്ങനെ എഴുതിക്കൂടെ? 1/9 × 10⁹ എന്ന് കൊടുക്കാം. ഇൻറ്റു റേഡിയസ് 6.4 × 10⁶. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് 711 × 10⁻⁻6. ആ 10⁻⁻6 നമുക്ക് മൈക്രോ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ 711 മൈക്രോ ഫാരഡ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. അപ്പോൾ ഓർത്തിരിക്കണ ഈ വാല്യൂ ഒന്ന് ഓർത്തിരിക്കാം. എർത്ത് ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ആൻസറാണ്, വാല്യൂ ആണ് 711 മൈക്രോ ഫാരഡ്. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ കപ്പാസിറ്റൻസ് എന്താണെന്ന് ഒന്ന് ഓർത്തിരിക്കണേ. എന്താണ് കപ്പാസിറ്റൻസ്? രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഈ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് C ഈക്വൽസ് Q/V.
അതിൽ നിന്ന് നമുക്ക് കൊടുക്കാം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ ടു ഇറ്റ്സ് റൈസ് ഇൻ പൊട്ടൻഷ്യൽ. യൂണിറ്റ് ഓർത്തിരിക്കണേ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഫാരഡ്. ഒരു ഐസൊലേറ്റഡ് സ്ഫെരിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് C = 4πε0 R. ഇനി എർത്തിൻ്റെ കേസ് ആണെങ്കിൽ R നമ്മൾ റേഡിയസ് ഓഫ് എർത്ത് കൊടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന ആൻസറും ഓർത്തിരിക്കുക. എത്രയാ? 711 മൈക്രോ ഫാരഡ്. പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, കപ്പാസിറ്റർ. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കപ്പാസിറ്ററിനെ പറ്റി പഠിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ചാപ്റ്ററായി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ മറ്റൊരു എലമെൻറ്റ് പഠിക്കും, റെസിസ്റ്റർ. അതിനുശേഷം മാഗ്നറ്റിസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വേറൊരു എലമെൻറ്റ് പഠിക്കും, ഇൻഡക്റ്റർ. പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കിടക്കുമ്പോൾ അതിൽ നമ്മൾ ഈ 3 പേരുടെയും കോമ്പിനേഷൻ പഠിക്കും, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്റ്റർ. അപ്പോൾ നമുക്ക് ഇന്ന് കപ്പാസിറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കപ്പാസിറ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ആണല്ലോ. ആ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിയാണ്, കണ്ടക്ടറിൻ്റെ എബിലിറ്റിയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Capacitor is an arrangement of 2 conductors separated by an insulating medium. 2 metallic conductors separated by an insulating medium. ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ആണ് അതിന് ഇടയ്ക്കുള്ളത്. ആ ഇൻസുലേറ്റിംഗ് മീഡിയം ചിലപ്പോൾ എയർ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡൈലക്ട്രിക് മീഡിയം നമുക്ക് യൂസ് ചെയ്യാം. കിട്ടിയോ? ഇപ്പോൾ കപ്പാസിറ്റർ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ പഠിച്ചു. കപ്പാസിറ്റൻസ് എന്താണെന്ന് പഠിച്ചു. ആ കപ്പാസിറ്റൻസ് C ആണെന്ന് പറഞ്ഞു അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? C = Q/V. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിൽ, ഫിക്സ്ഡ് വാല്യൂ ആണെങ്കിൽ അതിന് ഒരു സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് ഇങ്ങനെ മാറ്റാം, നമുക്ക് വേരി ചെയ്യാമെങ്കിൽ വേരിയബിൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ വേറൊരു സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കണേ, കപ്പാസിറ്ററിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ ഇങ്ങനെയാണ്. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ സിമ്പൽ കൊടുക്കും. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വേരി ചെയ്യുവാണെങ്കിൽ, മാറ്റാമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിമ്പൽ ഇങ്ങനെ. ഇത് കപ്പാസിറ്റൻസ് ഫിക്സ്ഡ് ആണ്. ഇവിടെയാണെങ്കിലോ വേരിയേറ്റ് ചെയ്യാൻ പറ്റും, വേരിയബിൾ C ആണ്. അപ്പോൾ ആ സിമ്പൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഫിക്സ്ഡ് വാല്യൂ ആണെങ്കിൽ ഈ സിമ്പലും, വേരിയബിൾ ആണെങ്കിൽ ഈ സിമ്പലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ, പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ നമ്മുടെ യൂസ് അനുസരിച്ച് പല രീതിയിലുള്ള കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് കപ്പാസിറ്റേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡിസ്ക് ടൈപ്പ്, ഡിസ്ക് സെറാമിക് കപ്പാസിറ്ററാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് സ്ഫെരിക്കൽ കപ്പാസിറ്ററാണ്. സ്ഫെരിക്കൽ കപ്പാസിറ്റർ എന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ മെയിൻ പാർട്ടായിട്ട് വരുന്നത് 2 കണ്ടക്ടേഴ്സാണ്. ആ കണ്ടക്ടറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? സ്ഫെരിക്കൽ ഷേപ്പാണ് വരുന്നത്. സ്ഫെരിക്കൽ കപ്പാസിറ്റർ, ഒരു സ്ഫിയർ, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മറ്റൊരു സ്ഫിയർ വരുന്നു. ദെൻ അടുത്തായിട്ട് വരുന്ന സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ. സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ശ്രദ്ധിക്കാം, അവിടെയും 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഷേപ്പ് എന്താണെന്നാ വരുന്നത്? എങ്ങനെയുള്ള ഷേപ്പാണ്? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഒരു സിലിണ്ടർ, ഇന്നർ സിലിണ്ടർ, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഔട്ടറായിട്ട് മറ്റൊരു സിലിണ്ടർ. ദെൻ അടുത്തതായിട്ട് വരുന്നതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിൻ്റെ പ്രത്യേകത എന്താ? ആ വേർഡ് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ പാരലൽ ആയിട്ടുള്ള 2 പ്ലേറ്റുകളാണ് അതിൻ്റെ മെയിൻ പാർട്ടായിട്ട് വരുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട് എങ്കിലും, സിലിണ്ടറിക്കൽ, സ്ഫെരിക്കൽ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മാത്രമാണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു പ്ലേറ്റ്, ഒരു
പ്ലേറ്റ് എ. എന്ന് പറയുന്ന ഈ പ്ലേറ്റിൽ ചാർജ് കൊടുക്കുവാണ്, പ്ലസ് ചാർജാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ പ്ലസ് ചാർജ് അതിൻ്റെ സർഫസിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചാർജ്ഡ് പ്ലേറ്റ് എയുടെ അടുത്തേക്ക് മറ്റൊരു പ്ലേറ്റ് കൊണ്ടുവരിക, ബി എന്ന് പറയുന്ന പ്ലേറ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻഡക്ഷൻ നടക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മൈനസ് ചാർജുകളൊക്കെ, ഇവിടെ പ്ലസ് ചാർജല്ലേ ഇരിക്കുന്നത്, അപ്പോൾ മൈനസ് ചാർജുകളൊക്കെ എവിടേക്ക് വരുന്നത്? ഈ നിയർ എൻഡിലേക്ക് വരും. എയുടെ നിയർ എൻഡിലേക്ക് മൈനസ് ചാർജുകൾ വന്നു. അതർ സൈഡിൽ എന്ത് വരുന്നത്? പോസിറ്റീവ് ചാർജസ് വരും ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എ എന്ന് പറയുന്ന പ്ലേറ്റിന് പ്ലസ് ചാർജ് കൊടുത്തിട്ടുണ്ട്, അത് യൂണിഫോമായിട്ട് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് ഒരു അൺചാർജ്ഡ് കണ്ടക്ടറായ ബി കൊണ്ടുവന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ബിയുടെ ഒരു സൈഡിൽ മൈനസ് ചാർജുകളും മറ്റേ സൈഡിൽ പ്ലസ് ചാർജുകളും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇൻഡക്ഷനാണ് ഇവിടെ നടന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ എ എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ ഈ പ്ലസ് ചാർജുള്ള പ്ലേറ്റിൻ്റെ അടുത്ത് ദാ ഇവിടെ മൈനസ് ചാർജ് വന്ന കാരണം, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കാരണം എയുടെ പൊട്ടൻഷ്യലിന് എന്ത് സംഭവിച്ചു? എയുടെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. എയുടെ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ചാർജ് ആർക്ക് കൊടുക്കാം? എക്ക് കൊടുക്കാം. എന്തിന്? അതിൻ്റെ പൊട്ടൻഷ്യൽ വീണ്ടും കൂട്ടാനായിട്ട്, വീണ്ടും ഒരു മാക്സിമത്തിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നടന്ന പ്രോസസ് ഫിനോമിനൻ എന്ന് പറയുന്നത് എന്താണ്? എയുടെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് നമ്മൾ കൂട്ടി. ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവാണ് എന്ത്? കപ്പാസിറ്റൻസ്. അപ്പോൾ ആ കപ്പാസിറ്റൻസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിച്ചു. പിടികിട്ടിയോ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടിയത്? ആ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് കൂടി. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. പിടികിട്ടിയോ? അപ്പോൾ ദ കപ്പാസിറ്റൻസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ബ്രിങ്ങിങ് ആൻ അൺചാർജ്ഡ് കണ്ടക്ടർ നിയർ ബൈ ഇറ്റ്. ആ എ എന്ന് പറയുന്ന ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എയുടെ കപ്പാസിറ്റൻസ് കൂടി. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ആ ഫിഗറിന് ഞാൻ റീഡ്രോ ചെയ്യാം. ഇത് നമ്മുടെ എ എന്ന് പറയുന്ന പ്ലേറ്റ്, അതിന് പ്ലസ് ചാർജാണ് കൊടുത്തത്, യൂണിഫോമായിട്ട് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനടുത്ത് നമ്മൾ ബി എന്ന് പറയുന്ന സെക്കൻഡ് പ്ലേറ്റ് കൊണ്ടുവന്നു. അതിൽ ഈ സർഫസിൽ നെഗറ്റീവും ഈ സർഫസിൽ ഔട്ടർ സർഫസിൽ പോസിറ്റീവ് ചാർജസും ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത് കാരണം എയുടെ പൊട്ടൻഷ്യൽ കുറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചാർജ് അതിന് കൊടുക്കാം, അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും ആണല്ലോ. അപ്പോൾ ഇതിനെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഔട്ടർ സർഫസ് നമ്മൾ എർത്ത് ചെയ്യും അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യും. എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എർത്തിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ദാ ഇവിടെയുള്ള പ്ലസ് ചാർജസ് ഒക്കെ എവിടേക്ക് പൊക്കോളും? എർത്തിലേക്ക് പൊക്കോളും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ എന്ത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പിടികിട്ടിയോ? അപ്പോൾ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, അതിനടുത്ത് ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവന്നു. അതിൽ മൈനസ് ചാർജുകൾ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ പ്ലസ് ചാർജുകൾ, മറ്റേ സൈഡിൽ വരുന്ന പ്ലസ് ചാർജുകൾ എർത്തിലേക്ക് പോകാനായിട്ട് എർത്തിങ് നടത്തി. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ എ സ്മോൾ എമൗണ്ട് by bringing another uncharged conductor near by it. പിടികിട്ടിയല്ലോ? ഈ കപ്പാസിറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് കണ്ടൻസർ. ഇപ്പോൾ കപ്പാസിറ്റർ കണ്ടൻസർ എന്നുള്ള പേരിലും അറിയപ്പെടും എന്ന് ഓർത്തോളുക.
ഈ കപ്പാസിറ്റേഴ്സ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റേഴ്സ് സാധാരണ പ്രാക്ടിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓസിലേറ്റർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യും. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓസിലേറ്റർ സർക്യൂട്ട്സിൽ കപ്പാസിറ്റർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റേഡിയോ ട്യൂണിങ്ങിൻ്റെ കേസിൽ നമ്മൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ചാനൽസ് റേഡിയോ സ്റ്റേഷൻസ് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ ഇലക്ട്രിക് ഫാൻ. അപ്പോൾ ഇലക്ട്രിക് ഫാനിൽ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫിൽറ്റർ സർക്യൂട്ട്സിൽ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കപ്പാസിറ്റേഴ്സിന് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്ടായിട്ട് വരുന്നത് പാരലായിട്ടുള്ള രണ്ട് പ്ലേറ്റുകൾ, എ എന്ന് പറയുന്ന പ്ലേറ്റ്, ബി എന്ന് പറയുന്ന പ്ലേറ്റ്. എ എന്ന് പറയുന്ന പ്ലേറ്റിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ബി എന്ന് പറയുന്ന പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ. ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടി മാർക്ക് ചെയ്യാം. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ വളരെ ചെറുതാണ്. സ്മോൾ ഡി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. വീണ്ടും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഉറപ്പായിട്ട് എങ്ങനെയായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. ഫിഗർ ക്ലിയർ ആയല്ലോ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പ്ലേറ്റ് എ പോസിറ്റീവ് ചാർജ്, പ്ലേറ്റ് ബി ദ നെഗറ്റീവ് ചാർജ് മറ്റേ സൈഡ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ വളരെ ചെറുതാ, സ്മോൾ ഡി ആണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ആ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഈ പ്ലേറ്റുകളുടെ ഏരിയ ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിച്ചോളൂ. ഈ രണ്ട് പ്ലേറ്റുകളുടെ ഏരിയ എ ആണ്. ദെൻ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്നും വിചാരിക്കുക. പ്ലേറ്റുകളുടെ ഏരിയ എ ആണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? കപ്പാസിറ്റൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ പഠിച്ചു കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സി ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആയിരുന്നു അല്ലേ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ക്യൂ എന്താന്ന് വേണം, പിന്നെന്താ വി എന്താന്ന് വേണം ആണല്ലോ. ഇത് നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കാം. നമുക്കറിയാം ചാർജ് ഡെൻസിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ചാർജ് ഡെൻസിറ്റി സിഗ്മ ദാറ്റ് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ ആണല്ലോ. അപ്പോൾ ചാർജ് ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ക്യൂ ഈക്വൽ സിഗ്മ ഇൻറ്റു ഏരിയ. അടുത്തത് പൊട്ടൻഷ്യൽ നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇവിടെ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡും അതേമാതിരി ആ സെപ്പറേഷനായ ഡിസ്റ്റൻസും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ആ കണക്ഷൻ എന്താണെന്ന് അല്ലേ. ഇ ഈക്വൽസ് വി ബൈ ഡി അല്ലെങ്കിൽ വി ഈക്വൽസ് ഇ ഇൻറ്റു ഡി ആണല്ലോ. വീണ്ടും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, ആ ഇയുടെ വാല്യൂ, ഇത് ഏത് കേസാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് രണ്ട് ഷീറ്റുകൾ പാരലായിട്ട് വയ്ക്കുന്നു. ഫസ്റ്റ് റീജിയൻ ആൻഡ് തേർഡ് റീജിയൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്തായി കിട്ടി? നമുക്ക് 0 ആയിട്ട് കിട്ടി അല്ലേ. ഇൻ്റർമീഡിയറ്റ് റീജിയനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അതിൻ്റെ വാല്യൂ എന്തായിരുന്നു? വാല്യൂ ഇ ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ വി നമുക്ക് കിട്ടുന്ന വി ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി ആണല്ലോ. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് ഈ വാല്യൂ കൊടുക്കുവാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് സി ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂന് പകരം നമ്മൾ കൊടുക്കുന്നു സിഗ്മ എ ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ വിക്ക് പകരം നമ്മൾ കൊടുക്കുവാണ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. അപ്പോൾ ആ സിഗ്മ കട്ട് ചെയ്ത് പോയിട്ട് എപ്സിലോൺ 0 ന്യൂമറേറ്ററിലേക്ക് വന്നു. അങ്ങനെ നമുക്ക് കിട്ടി സി ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ കപ്പാസിറ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അതായത് ആ ജോമെട്രിക് ഷേപ്പിനെയാണ് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ജോമെട്രി ഓഫ് ദ സിസ്റ്റത്തിനെയാണ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് ഏരിയ കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും, ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ചും കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, സി ഈക്വൽസ് എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പം ചെയ്തത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, വിത്ത് പ്ലേറ്റ് ഏരിയ എ, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട്, സെപ്പറേഷൻ എത്രയാണ്? സ്മോൾ ഡി. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആലോചിച്ചു, സി ഈക്വൽസ് ക്യൂ ബൈ വി. ക്യൂ എന്താണെന്ന് ഓർത്തപ്പോൾ നമുക്ക് കിട്ടി സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ സിഗ്മ എ. പൊട്ടൻഷ്യൽ എന്താണെന്ന് ആലോചിച്ചു, അതിൻ്റെ ഇക്വേഷൻ വി ഈക്വൽസ് ഇ ഇൻറ്റു ഡി. ആ ഇ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇൻ്റർമീഡിയറ്റ് റീജിയൻ, ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, അതിൻ്റെ വാല്യൂ ആണ് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ വിക്കും വാല്യൂ കിട്ടി സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ദെൻ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്തു സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മ രണ്ടും കട്ട് ചെയ്ത് പോയി, നമുക്ക് ഇക്വേഷൻ കിട്ടി സി ഈക്വൽസ് എപ്സിലോൺ 0 എ ബൈ ഡി. കിട്ടിയല്ലോ. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് 2 പ്ലേറ്റിൻ്റെ കേസാണ്, 2 പ്ലേറ്റ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു n പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല? n പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കിക്കേ, ഇതൊരു പ്ലേറ്റ്, ഇത് വേറൊരു പ്ലേറ്റ്, ഇത് മറ്റൊരു പ്ലേറ്റ്, ഈ പ്ലേറ്റ് അടുത്തത്, അങ്ങനെ n പ്ലേറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പ്ലേറ്റുകൾ നമുക്ക് പ്ലസ് ചാർജും മൈനസ് ചാർജും കൊടുക്കാം. അപ്പോൾ അങ്ങനെ n പ്ലേറ്റ് ഉണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഫോർമുല നമുക്ക് വേണം. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്, 5 പ്ലേറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ വരുവാൻ നോക്കുക. അപ്പോൾ നോക്കി, നമ്മൾ ആ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലസ് പ്ലേറ്റും വേണം, ഒരു മൈനസ് പ്ലേറ്റും വേണം അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലേറ്റ് ചേരുമ്പോഴാണ് എന്താവുള്ളൂ? ഒരു കപ്പാസിറ്റർ ആവുള്ളൂ. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേറ്റ് ചേരുമ്പോഴാണ് രണ്ടാമത്തെ കപ്പാസിറ്റർ ആവുള്ളൂ. തേർഡ് ആൻഡ് ഫോർത്ത് വൺ ചേരുമ്പോൾ മൂന്നാമത്തെ കപ്പാസിറ്റർ, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വൺ ചേരുമ്പോൾ നമുക്ക് നാലാമത്തെ കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റൻസിന് ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം? സി ദറ്റ് ഈസ് ഈക്വൽ ടു ജനറലായിട്ട് എപ്സിലോൺ 0 എ ബൈ ഡി ആണ് 2 പ്ലേറ്റ് എങ്കിൽ. ഇപ്പോൾ 5 പ്ലേറ്റ് എങ്കിൽ നമുക്ക് എത്ര കപ്പാസിറ്റേഴ്സ് ആയിട്ട് കിട്ടിയേ? 4 കപ്പാസിറ്റേഴ്സ് ആയിട്ടല്ലേ കിട്ടിയത്. അപ്പോൾ 4 ടൈംസ് എപ്സിലോൺ 0 എ ബൈ ഡി. അതായത് ഈ 4 എന്ന് പറയുന്നത് നമുക്ക് എത്ര പ്ലേറ്റ് ഉണ്ടായിരുന്നു? പ്ലേറ്റിൻ്റെ എണ്ണം എത്രയായിരുന്നു? 5 ആയിരുന്നു അല്ലേ? അപ്പോൾ 4 എന്ന് പറയുന്നത് n-1 അല്ലേ? 4 എന്ന് പറയുന്നത് അല്ലേ? 5 - 1 ദറ്റ് ഈസ് 4. അപ്പോൾ ജനറലായിട്ട് n പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, സി ദറ്റ് ഈസ് ഈക്വൽ ടു n-1 എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പം n പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്ര കപ്പാസിറ്റേഴ്സാണ് വരുന്നത് അവിടെ? n-1. അപ്പോൾ 10 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 10 - 1 ദാറ്റ് ഈസ് 9 എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ ഈ ഒരു കണ്ടീഷനും കൂടി ഓർത്തിരിക്കണേ. ഫോർ n പ്ലേറ്റ്സ് കപ്പാസിറ്റൻസ് സി ഈക്വൽസ് n-1 എപ്സിലോൺ 0 എ ബൈ ഡി. നമുക്ക് NCERT ടെക്സ്റ്റിലെ പ്രോബ്ലം നോക്കാം. 2.8. In a parallel plate capacitor with air between the plates, ആ പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് എയർ ആണ്. ഈച്ച് പ്ലേറ്റ് ഹാസ് ആൻ ഏരിയ 6 × 10⁻³ meter square and distance between the plates is 3 millimeter. Calculate the capacitance of the capacitor. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അടുത്തതായിട്ട്, if this capacitor is connected to 100 volt supply, what is the charge on each plate of the capacitor?
അപ്പോൾ ചാർജും കണ്ടുപിടിക്കണം, അതേമാതിരി കപ്പാസിറ്റൻസും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമല്ലോ, വളരെ എളുപ്പമല്ലേ. നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കൊടുക്കാം. ഏരിയ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? 6 × 10⁻³ 6 × 10⁻³ m². അടുത്തായിട്ട് നമുക്കുള്ള ടേം എന്താണ്? സെപ്പറേഷൻ. നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ഏതാണ്? സ്മോൾ ഡി ഈസ് ഈക്വൽ ടു 3 millimeter. 3 millimeter മീറ്റർ ആക്കുമ്പോൾ 3 × 10⁻³ മീറ്റർ ആണല്ലോ. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? കപ്പാസിറ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം, വേണ്ടേ? അടുത്ത ടേം നമുക്ക് തന്നിരിക്കുന്നത് എന്താ? പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 100 volt. പിന്നെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ചാർജ് എന്താണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C ദാറ്റ് ഈസ് ഈക്വൽ ടു ε0 A/d ആണല്ലോ. ദാറ്റ് ഈസ് ε0 വാല്യൂ എത്രയാണ്? 8.85 × 10⁻12. ഏരിയ എത്രയാണ്? 6 × 10⁻³ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എത്രയാ? 3 × 10⁻³ അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1.77 × 10⁻11 യൂണിറ്റ് ഫാരഡ്. ഇപ്പോൾ കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടി. അടുത്ത എന്താണ്? പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ ചാർജിൻ്റെ ഇക്വേഷൻ എന്താ? Q ദാറ്റ് ഈസ് ഈക്വൽ ടു C × V. C നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. 1.77 × 10⁻11 ഇൻറ്റു പൊട്ടൻഷ്യൽ V എത്രയാ? 100 ആണല്ലോ. അപ്പോൾ എത്രയാണ് കിട്ടുന്ന ആൻസർ? 1.77 × 100 നമുക്ക് 10⁻² ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 10⁻11 × 10⁻². അപ്പോൾ 10⁻9. ചാർജ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കൂളാം. അപ്പോൾ നമുക്ക് ചാർജ് എന്താണെന്നും കിട്ടി ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കപ്പാസിറ്റൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ചാർജ്. ഇക്വേഷൻ ഓർത്തിരിക്കുക. C = Q/V. യൂണിറ്റ് ഓർക്കുക, കുളം പെർ വോൾട്ട് അല്ലെങ്കിൽ ഫാരഡ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റ്. അതിനുശേഷം നമ്മൾ സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. C = 4πε0 R. എർത്ത് ആണെങ്കിൽ വാല്യൂ കണ്ടുപിടിച്ചു 711 മൈക്രോ ഫാരഡ്. ദെൻ കപ്പാസിറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. അതിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് നോക്കി. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പളായിട്ട് വരുന്ന ഓർത്തിരിക്കണേ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് റേസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. C = ε0 A/d. അത് നമ്മൾ എടുത്തത് 2 പ്ലേറ്റ് ഉള്ള കേസാണ്. ഇനി n പ്ലേറ്റ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? n - 1 × ε0 A/d.